അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. ബിസ്മില്ലാഹി അളീമിൽ ഖുദ്റതി വശ്ശാൻ ശദീദിൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിളുദ്ദീൻ വൽ ഖുർആൻ ബിസ്മില്ലാഹി മാഷാ അല്ലാഹു കാൻ. ദിക്റുൽ അംബിയാഇ ഇബാദ വദിക്റുസ് സ്വാലിഹീന കഫാറ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിക വൈജ്ഞാനിക രംഗത്ത് രണ്ടാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ സൂര്യ തേജസ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. മഹാനായ നാസിറുൽ ഹദീസ് മുജദ്ദിദുൽ ഖറനിസാനി മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ വൈജ്ഞാനിക ജീവിതത്തിലെ ചെറിയ ചെറിയ പാഠങ്ങൾ നാം ഒന്ന് മനസ്സിലാക്കുക. കാരണം ആ ലോകത്തെ ഏറ്റവും വലിയ ഇൽമിൻ്റെ സൂര്യ തേജസ്സായി അറിയപ്പെടുന്ന ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പറ്റി അക്കാലത്ത് ജീവിച്ച എല്ലാ പണ്ഡിതന്മാരും എല്ലാവരും അത്രത്തോളം മഹോന്നതമായ പദവി അവിടെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് നൽകിയിട്ടുണ്ടെങ്കിൽ നാം ഒന്ന് ജീവിതത്തിലെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൻ്റെ അനർഘ നിമിഷങ്ങൾ മനസ്സിലാക്കേണ്ടത് നിർബന്ധമാണ് എന്നുള്ളതാണ്. മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു ഹിജ്റ 150 റജബ് മാസം 29 ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ലോകത്തിലേക്ക് ഭൂജാതനാകുന്നത്. വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലേക്ക് ജനിച്ചു വീഴുകയും പിന്നീട് വളരെ കഷ്ടപ്പാടിൻ്റെ കാലങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്ത ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്നറിയപ്പെടുന്നത് അവിടുത്തെ ഇൽമായിരുന്നു എന്നതാണ് വാസ്തവം. മഹാനായ ഷാഫി ഇമാമിൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ഇൽമു പഠിക്കാനുള്ള അതിയായ മോഹം കൊണ്ട് നാസിറുൽ ഹദീസ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇൽമു പഠിക്കാൻ പോകുമ്പോൾ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ ഉപ്പയെ വിട്ട് പിരിയേണ്ടി വന്നു. പിന്നെ അവിടുന്ന് തൻ്റെ മുഴുവൻ ചെലവുകളും വഹിച്ചത് അവിടുത്തെ മാതാവായിരുന്നു എന്നതാണ് ചരിത്രം വിശദീകരിച്ചു പറയുന്നത്. അവിടുന്ന് തൻ്റെ ഉമ്മ ലോകത്തിലെ ഇൽമു നുകരാൻ വേണ്ടി വിടുമ്പോൾ അവിടുന്ന് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നൊരു പാഠമുണ്ട്, ദുനിയാവിൻ്റെ പിന്നാലെ പോകരുത് എന്ന്. എങ്ങനെയാണോ ഇൽമു പഠിക്കാൻ പോകുന്നത് അതുപോലെ അവിടുന്ന് പഠിച്ച് തിരിച്ചു വരണം. ഇൽമിൻ്റെ ആഗ്രഹവുമായി ഇൽമു പഠിക്കാനുള്ള അതിയായ മോഹവുമായി ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് ലോകത്ത് മക്കയെന്ന പ്രദേശത്തേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് തൻ്റെ ഉമ്മാൻ്റെ അടുക്കല് വലം യകൂ ഇന്നഹും ഹാമം തുഅ്തിൽ മുഅല്ലിം
മുഅല്ലിമിന് കൊടുക്കാനുള്ള ചെറിയ സമ്പാദ്യവും കൂടി അവിടുന്ന് തൻ്റെ ഉമ്മയുടെ കയ്യിലില്ല. ദാ അവിടുന്ന് ഇൽമു പഠിക്കാനുള്ള ത്വരവുമായി ദാ അവിടുന്ന് മക്ക എന്ന പ്രദേശത്തൊക്കെ പോയപ്പോ ദാ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ദാ അവിടുന്ന് ഇൽമു പഠിക്കാൻ വേണ്ടി എത്തിയത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തായിരുന്നു. ദാ ചെറുപ്പകാലത്ത് തന്നെ വലിയ ഇൽമിൻ്റെ അവിടുന്ന് മോഹവുമായി എത്തിയത് മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു എത്തുന്നത് മറ്റൊരു ഇമാമ് മദ്ഹബിൻ്റെ ഇമാമിലേക്കായിരുന്നു. ദാ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണെങ്കിൽ ഹദീസിൻ്റെ വളരെ വലിയ ഗഹനമായ പണ്ഡിതനായിരുന്നു എന്നതാണ്. ഇതാ മാലിക് റളിയല്ലാഹു അൻഹു അതാ അവിടുന്ന് മുവത്ത എന്ന ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ വളരെ വിശുദ്ധമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതാ തൻ്റെ ബേക്കിലിരുന്നുകൊണ്ട് ചെറിയൊരു പയ്യൻ, ഇതാ ചെറിയൊരു വിദ്യാർത്ഥി അതാ അവിടുന്ന് കൈയിൻ്റെ പുറം ഭാഗത്ത് ഇങ്ങനെ കൈകൊണ്ട് ചുരണ്ടിയിട്ടിരിക്കുന്നു. ഇതാ ഇത് കണ്ട ഉടനെ അതാ മാലിക് റളിയല്ലാഹു അൻഹുവിനെ അതാ ക്ലാസ് അങ്ങ് പിരിച്ചുവിട്ടു. ദേഷ്യം കൊണ്ട് ക്ലാസ് പിരിച്ചുവിട്ട ഉടനെ അതാ മാലിക് റളിയല്ലാഹു അൻഹു തൻ്റെ അടുക്കലേക്ക് ആ ചെറിയ കുട്ടിയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, എന്താണ് നീ ക്ലാസ്സിൽ കാട്ടുന്നത്? ദാ അവിടുന്ന് ശോഭിതനായ മാലിക് റളിയല്ലാഹു അൻഹു മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു അതാ അവിടുന്ന് ചോദിച്ചപ്പോൾ ഉടനെ അതാ അവിടുന്ന് പറയുകയാണ്, പഠിക്കാനുള്ള എഴുതാനുള്ള അതിയായ മോഹം കൊണ്ട് ദാ എൻ്റെ കൈകളിൽ ഞാൻ എഴുതിപ്പോയതാണ്. എനിക്കെഴുതാനുള്ള നോട്ട് ബുക്കില്ല, എനിക്കെഴുതാനുള്ള പേനയില്ല. അതാ അവിടുന്ന് പറഞ്ഞപ്പോൾ ദാ എന്നിട്ട് ഹദീസുകൾ ദാ ഉസ്താദിന് മൊത്തം ഹദീസുകളും അതുപോലെ അവരുടെ റാവിയെയും ദാ അവിടുന്ന് വിശുദ്ധമായി അവിടുന്ന് ആ ഹദീസുകൾ മൊത്തം അങ്ങ് ചൊല്ലിക്കൊടുത്തപ്പോൾ ദാ മാലിക് ബിൻ അനസ് തങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട്. ആ പൊന്നുമോൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞൊരു മറുപടിയുണ്ട്, നിന്റെ ഹൃദയത്തിനും അതാ അവിടുത്തെ ആ മുഖത്തിനും ദീനിൻ്റെ വെളിച്ചമുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെയാണ് ചിന്തിക്കേണ്ടത്. തൻ്റെ ഉസ്താദിൻ്റെ മുമ്പിൽ നിന്നുള്ള കിട്ടിയ ആ വാക്ക് പിന്നീട് ലോക വൈജ്ഞാനിക രംഗത്ത് ഇസ്ലാമിലെ ഏറ്റവും വലിയ പ്രശോഭിച്ചു നിൽക്കുന്ന അറിവിൻ്റെ പണ്ഡിതനായി എന്നു മാറി ഇമാമുന ഷാഫി. ദാ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ഇൽമിനോടുള്ള അതിയായ ആഗ്രഹം കൊണ്ട് പിന്നീട് എഴുതി വച്ചത് അവിടുന്ന് അറവുശാലകളിൽ പോയി അവിടുത്തെ എല്ലുകളെ ശേഖരിച്ചുകൊണ്ട് ആ എല്ലുകളിലായിരുന്നു കുത്തിവെച്ച് അവസാനം തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അതാ വെച്ചിട്ട് തൻ്റെ വീട്ടിലൊരു മുറി മൊത്തം എല്ലുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു എന്നതാണ്. തൻ്റെ ജീവിതത്തിലെ അറിവിനോട് അത്രത്തോളം ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, ആരാണ് ഷാഫി ഇമാമിൻ്റെ ജീവിതത്തിലെ അത്രത്തോളം ഇൽമിലേക്ക് നുകരാനുള്ള മറ്റൊരു കാരണം എന്ന്. അവിടുന്ന് തൻ്റെ ഇമാം തൻ്റെ ഉസ്താദുമായ വക്കീ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് പോയപ്പോൾ ഇൽമിനോടുള്ള ആഗ്രഹം ഇങ്ങനെ കൂടിയിട്ട് അടുത്തു പോയപ്പോൾ എനിക്ക് അറിവ് കിട്ടില്ല എന്നുള്ള ഒരൊറ്റ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഉടനെ അതാ വക്കീ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തെറ്റുകളോട് മാറി നിൽക്കണം. മുത്തഅല്ലിമുകളാവുന്ന നമ്മളൊക്കെ ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്ത ബോധമാണ് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളത്. ദാ അവിടുന്ന് പറഞ്ഞ ഉടനെ അതിനെ പിന്നീട് ഒരു ബൈത്താക്കിയിട്ട് അതാ ഷാഫി ഇമാം ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ശഖൗതു ഇലാ വക്കീൻ സൂഹുയിഫ്ളി ഫർശദനി ഇലാ തർക്കിൽ മാസി. തെറ്റുകളുള്ള ഹൃദയത്തിൽ ഇൽമ് അള്ളാൻ്റെ നൂറ് വരൂല. തൻ്റെ ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്ത കാര്യമായിരുന്നു. ദാ പിന്നീട് ലോകത്ത് അവിടുന്ന് ആദ്യത്തെ ഗ്രന്ഥമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ റിസാല എന്ന ഷാഫി ഇമാമിൻ്റെ ഗ്രന്ഥമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം ഷാഫി ഇമാമിൻ്റെ ഗ്രന്ഥങ്ങൾക്കുള്ള പ്രത്യേകത, അത് ഒരു വട്ടം നോക്കിയാൽ പിന്നെ അതിന്നൊരു അറിവ് കിട്ടും, പിന്നെ അതന്നെ ഒരു വട്ടം കൂടി നോക്കിയാൽ പിന്നെ മറ്റൊരു അറിവ് കിട്ടും. അതേ കിതാബ് തന്നെ പിന്നെ ആവർത്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ
അതുപോലെ ആവർത്തിച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് പുതിയ പുതിയ അറിവുകൾ കിട്ടുമെന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഇമാം മുസ്നി റളിയല്ലാഹു അൻഹു തൻ്റെ റിസാലയെ പറ്റി, ഷാഫി ഇമാമിൻ്റെ റിസാലയെ പറ്റി പറഞ്ഞത്, ഞാൻ എത്രത്തോളം നോക്കിയിട്ടുണ്ടോ അത്രത്തോളം എനിക്ക് അറിവുകൾ അധികരിച്ച് കിട്ടിയിട്ടുണ്ട്. ഷാഫി ഇമാമിൻ്റെ അറിവുകളെ പറ്റി പറയുന്നതിനും ഷാഫി ഇമാമിനെ പറ്റി പറയുമ്പോൾ തന്നെ ഇമാം മുസ്നി റളിയല്ലാഹു അൻഹുവും ഇമാം ദാറുഖുത്നി റളിയല്ലാഹു അൻഹുവും ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹുവും അതുപോലെയുള്ള മഹാന്മാർ ധാരാളം ഗ്രന്ഥങ്ങൾ ഷാഫി ഇമാമിനെ പറ്റി മാത്രം എഴുതിയിട്ടുണ്ട്. പക്ഷേ ഷാഫി ഇമാമ് ലോകത്തിന് തന്നെ മാതൃകയായിട്ട് എല്ലാ വിഷയത്തിലും ആര് ഈ ദീനീ രംഗത്ത് പേനയെടുത്തു വന്നിട്ടുണ്ടോ അവർക്കൊക്കെ ഉത്തമ മാതൃകയായി ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു മാറിക്കഴിഞ്ഞു. ലോകചരിത്രത്തിൽ തന്നെ അത്രത്തോളം ഇൽമ് ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞ, വ്യക്തമായി എല്ലാ കാര്യങ്ങളും സൂചിപ്പിച്ച വ്യക്തിയില്ല എന്നാണ് ചില ഇമാമുകളൊക്കെ പറയുന്നത്. ചരിത്രമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മഹാന്മാര് പറഞ്ഞത് കാണാം. ഇമാമുനാ വ ഇമാമുൻ, ഷാഫി ഇമാമിനെ പറ്റി പറയുകയാണ്. ഇമാമുനാ വ ഇമാമുൻ, ഷാഫി ഇമാം ഇമാമാണ്, അത് മദ്ഹബിൻ്റെ ഇമാമാണ്. വ ഉസ്താദുഹു വ ഇമാമുൻ, അവിടുത്തെ ഉസ്താദും മദ്ഹബിൻ്റെ ഇമാമായിരുന്നു. വ തിൽമീദുഹു വ ഇമാമുൻ, അവിടുത്തെ ശിഷ്യനും അതുപോലെ തന്നെ മദ്ഹബിൻ്റെ ഇമാമായിരുന്നു. അയ്യോ ഇമാമിൻ ക ഇമാമിൻ, അതുപോലെയുള്ള മറ്റൊരു ഇമാമില്ല എന്നതായിരുന്നു. അത്രത്തോളം ലോകത്തിന് മുമ്പിൽ ഇൽമു നുകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം നാം വ്യക്തമായി പഠിക്കണം, അത് മനസ്സിലാക്കണം എന്നുണർത്തി വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.